ഇന്ന് ഞാനൊരു പുതിയ ഹാബിറ്റ് തുടങ്ങാന്ന് വെച്ചു. നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യേ. നമുക്ക് ഒരുമിച്ചൊരു 90 ഡേയ്സിൽ നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാം. സ്മോൾ സ്മോൾ ചേഞ്ചസ് ആയി തുടങ്ങിയാൽ വലിയൊരു ഡിഫറൻസ് നമുക്ക് തന്നെ കാണാൻ കഴിയും. എല്ലാ ദിവസവും നമ്മൾ ഒരു ചെറിയ പോസിറ്റീവ് ഹാബിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇതൊരു വലിയ ചേഞ്ച് അല്ല, പക്ഷെ ഓരോ ദിവസവും ഈ ഓരോ ചെറിയ സ്റ്റെപ്സും നമ്മൾ ഫോളോ ചെയ്താൽ നമുക്ക് തന്നെ ഒരു ബെറ്റർ വേർഷനായി ട്രാൻസ്ഫോം ചെയ്യാം. അതുകൊണ്ട് നമുക്ക് ഡേ 1 തുടങ്ങാം. ഫസ്റ്റ് ഡേ നമുക്ക് ഒരുപാട് വലിയ കാര്യത്തിലേക്കൊന്നും കടക്കണ്ട. എന്നത്തേക്കാളും അല്പം നേരത്തെ എണീറ്റ് തുടങ്ങാം. ഇന്ന് വരെ നിങ്ങൾ എത്ര മണിക്കാണോ എഴുന്നേറ്റിരുന്നത് അതിനേക്കാളും ഒരു 10-15 മിനിറ്റ്സ് നേരത്തെ, അത്രയും മതി. ഇന്ന് ആ നേരത്തെ എഴുന്നേറ്റ് 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റിൽ നിങ്ങൾ പതിവ് ജോലിയിലേക്കൊന്നും കടക്കാതെ വെറുതെ ഇരുന്നാൽ മതി. ഫോണൊന്നും കയ്യിലെടുക്കാതെ വെറുതെ ഇരിക്കണം. ഫസ്റ്റ് ഡേ നമുക്ക് ഇത് മാത്രം മതി. നമ്മൾ ഒരു ദിവസം തന്നെ മൊത്തത്തിൽ ഒരു ചേഞ്ച് കൊണ്ടുവന്നാൽ കുറച്ച് ഡേയ്സ് കൊണ്ട് തന്നെ ഒരു മടുപ്പൊക്കെ തോന്നിയെന്ന് വരാം. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലോലി 1 by 1 ആയി സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഓരോ ദിവസവും നമുക്ക് ഓരോ പോസിറ്റീവ് സ്റ്റെപ്സ് എടുക്കാം. ഇത് സ്ട്രെസ് ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ലൈഫ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾ യൂഷ്വലി രാവിലെ 8 മണിക്ക് എഴുന്നേക്കുന്ന ഒരാളാണെങ്കിൽ ഇന്ന് മുതൽ ഒരു 7:45 എണീക്കാനായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അവിടെ ഈ ദിവസത്തിൽ നിങ്ങൾക്കൊരു 15 മിനിറ്റ് എക്സ്ട്രാ കിട്ടും. ആ ടൈം വെറുതെ ഇരുന്നൊന്ന് മൈൻഡ് റിലാക്സ് ചെയ്താൽ മാത്രം മതി. ഇതൊരു സ്മോൾ ചേഞ്ച് ആണ്, പക്ഷേ ഇത് നമ്മുടെ ലൈഫിൽ നമ്മൾ കൊണ്ടുവരുന്ന ഒരു ചേഞ്ച് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ ഈ 15 മിനിറ്റ് മുന്നേ എഴുന്നേറ്റാൽ ആ ദിവസത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്നാണ് അർത്ഥം. ഇത് നമ്മുടെ ദിവസം ഫുള്ള് പോസിറ്റീവായിട്ട് തുടങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല, ഈ ഫസ്റ്റ് ഡേ ടാസ്ക് സക്സസ് ആയി കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ടൈം കൂട്ടിക്കൊണ്ട് വരാനുള്ള ഒരു എനർജി നമുക്ക് ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. സ്മോൾ വിൻ ആണ്, പക്ഷേ ഇത് തന്നെ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പിന് ബൂസ്റ്റ് ആകും. സ്ലോലി നമുക്ക് നമ്മുടെ ടാർഗറ്റ് ടൈം ഏതാണോ, അത് രാവിലെ 4 മണിയോ അല്ലെങ്കിൽ 5 മണിയോ, അത് ഏത് ടൈം ആണെങ്കിലും നമുക്ക് നാച്ചുറലി എഴുന്നേക്കാൻ കഴിയും, ഈവൻ വിത്തൗട്ട് അലാറം. ഈ ഹാബിറ്റ് ബോഡിക്ക് ഒരു റിതം കൊടുക്കും. അതുകൊണ്ട് അലാറം ഇല്ലാതെ തന്നെ ഫ്രഷ് ആയി ഏർലി വേക്കപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കും. പുലർച്ചെ എഴുന്നേൽക്കുന്ന ഒരു മനുഷ്യൻ ആ ഡേയുടെ ഓണറാണ്. മോർണിംഗിൽ നമുക്ക് കാം സൈലന്റ് ടൈം കിട്ടും. സ്ട്രെസ് ഇല്ലാതെ നമുക്ക് ഡേ പ്ലാൻ ചെയ്യാനും നമ്മുടെ ഹെൽത്തിന് ഒരു സ്മോൾ കെയർ കൊടുക്കാൻ അല്ലെങ്കിൽ ജസ്റ്റ് മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ ഏർലി സ്റ്റാർട്ട് ചെയ്താൽ ബാക്കി ദിവസം ഫുൾ എനർജറ്റിക് ആയി തോന്നുകയും ചെയ്യും. അത് തന്നെ ഒരു മോട്ടിവേഷൻ ആണ്. ഡേ നമ്മുടെ കൺട്രോളിൽ ആണെന്നുള്ള ഫീൽ കിട്ടുകയും ചെയ്യും. ചിലര് പറയും, ഞാൻ ഇപ്പോൾ എഴുന്നേക്കുന്ന ടൈം കൊണ്ട് എനിക്ക് പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ഏർലി വേക്കപ്പ്. ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ വൺസ് നമ്മൾ ഏർലി വേക്കപ്പ് ചെയ്തു തുടങ്ങിയാൽ മാത്രമാണ് ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുന്നത്. മോർണിംഗ് ഒരു കാം ടൈം, ഫ്രഷ് എനർജി, അത് എക്സ്പീരിയൻസ് ചെയ്താൽ തന്നെ മനസ്സിലാവും എന്തിനാണ് നമ്മൾ ഏർലി വേക്കപ്പ് ചെയ്യുന്നതെന്ന്. ദി 5 AM ക്ലബ് എന്നൊരു ഫേമസ് ബുക്ക് ഉണ്ട്. ആ ബുക്കിൽ പറയുന്നത് മോർണിംഗ് 5 AM എഴുന്നേൽക്കുന്ന ആളുകളാണ് ലൈഫിൽ വലിയ സക്സസ് അച്ചീവ് ചെയ്യുന്നതെന്നാണ്. കാരണം ആ ടൈം നമ്മുടെ ബ്രെയിൻ ഫുൾ ആക്റ്റീവ് ആയിരിക്കും. സ്ട്രെസ് ഇല്ലാതെ നമുക്കൊരു കാം സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. അത് തന്നെ പ്രൊഡക്ടിവിറ്റി, ക്രിയേറ്റിവിറ്റി, ഹെൽത്ത് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. നമ്മുടെ ബ്രെയിൻ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ പുലർച്ചെ 4-നും 5-നും ഇടയിൽ എണീക്കുമ്പോൾ അനായാസമായി കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ശാന്തമായ മനസ്സോടെ ഇരിക്കാനും ഈ സമയത്ത് നമുക്ക് പറ്റും. ഈ സമയത്ത് അധികം ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ ചെയ്യാനും ശാന്തമായി ആ നിമിഷം എൻജോയ് ചെയ്യാനും കഴിയും. ഏറ്റവും ഇമ്പോർട്ടന്റ്, ഇതിനൊന്നും നമ്മൾ ഒരു എഫോർട്ടും എടുക്കാതെ തന്നെ പറ്റുമെന്നാണ്. ബ്രെയിനിന്റെ ഈ കഴിവിനെ കുറിച്ച് വ്യക്തമായി അറിയുന്നത് കൊണ്ടാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ പുലർച്ചെ ഉണരുന്നത്. മാത്രമല്ല, ഈ പുലർച്ചെ ടൈമിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും കഴിയും. ഈ സമയത്ത് ലഭിക്കുന്ന എല്ലാ വിവരങ്ങളും നമ്മുടെ മനസ്സ് വളരെ വേഗത്തിൽ ഉൾക്കൊള്ളും. അതുകൊണ്ടാണ് സ്റ്റുഡൻസ് അതിരാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നതാണ് നല്ലതെന്ന് പണ്ട് തൊട്ടേ പറയുന്നത് കേട്ടിട്ടില്ലേ. രാവിലെ എഴുന്നേറ്റുള്ള ആദ്യത്തെ 20 മിനിറ്റ് ആണ് നമ്മുടെ ഡേ തന്നെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ആ ടൈമിൽ മെഡിറ്റേഷൻ ചെയ്യുന്നതോ പോസിറ്റീവ് അഫർമേഷൻസ് കേൾക്കുന്നതോ അതൊക്കെ തന്നെ നല്ലതാണ്. രാവിലെ എഴുന്നേൽക്കാതെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ആ സുഖത്തേക്കാൾ ഒരുപാട് വലുതാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശാന്തമായ നിമിഷങ്ങൾ, എനർജി, ഇതെല്ലാം. ഈ രാവിലെയുള്ള ശാന്തമായ സമയം നമുക്ക് നമ്മളെ തന്നെ ശ്രദ്ധിക്കാനായിട്ട് ആവശ്യമായ ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കി തരും. ഇത് തിരക്ക് പിടിച്ച പകൽ സമയങ്ങളിൽ സാധിക്കുന്ന ഒരു കാര്യമേ അല്ല. അങ്ങനെ ഈ നമുക്ക് വേണ്ടിയുള്ള സമയം നമ്മുടെ ആ ദിവസത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുകയും ചെയ്യും. അലാറം അടിച്ചുടനെ നമുക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ തടസ്സം നമ്മൾ നേരിട്ട് കഴിഞ്ഞു. നമ്മുടെ സമയം നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. മറ്റെല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് നമുക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന ടൈമാണിത്. നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്നാൽ മാത്രം മതി.
നമ്മുടെ ദിവസം എപ്പോ തുടങ്ങണമെന്നും എങ്ങനെ തുടങ്ങണമെന്നും തീരുമാനിക്കുന്നതെല്ലാം നമ്മൾ തന്നെയാണല്ലോ. നമുക്ക് ഈ ലെവലിലേക്ക് ഇമ്മീഡിയറ്റ്ലി റീച്ച് ചെയ്യണമെന്നല്ല കേട്ടോ. സ്ലോലി 15 മിനിറ്റ് മുന്നേ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഗ്രാജുവലി നമുക്ക് നമ്മുടെ ഓൺ ഏർലി മോർണിംഗ് ക്ലബ്ബ് ഉണ്ടാക്കുകയും ചെയ്യാം. ഏർലി മോർണിംഗ് എഴുന്നേൽക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു ബിഗ്ഗസ്റ്റ് ബെനിഫിറ്റ് ആണ് എക്സ്ട്രാ ടൈം. ഈ ടൈമിൽ നോയ്സ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ സമയം നമുക്ക് സെൽഫ് കെയർ, പ്രേയർ, എക്സസൈസ്, ജേർണലിംഗ് അല്ലെങ്കിൽ ജസ്റ്റ് ടീ എൻജോയ് ചെയ്യാൻ യൂസ് ചെയ്യാം. സയന്റിഫിക് ആയി പറഞ്ഞാലും ഏർലി വേക്കപ്പ് ചെയ്യുന്ന ആളുകൾക്ക് പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും. ബോഡി ക്ലോക്ക് നാച്ചുറൽ ഋതത്തിൽ വരും. അത് ഹെൽത്തിന് നല്ല പോസിറ്റീവ് എഫക്റ്റ് കൊടുക്കുകയും ചെയ്യും. ഇത് നമുക്ക് നമ്മുടെ ദിവസം ഹാൻഡിൽ ചെയ്യാൻ ഈസി ആക്കുകയും ചെയ്യും. അങ്ങനെ ഒരു കാം സ്റ്റാർട്ടാണ് നമ്മൾ ഹോൾ ഡേ എനർജറ്റിക് ആയി ഫീൽ ചെയ്യാനുള്ള മെയിൻ റീസൺ. രാവിലെ 7:30 എഴുന്നേൽക്കുന്ന ഒരാളാണെന്ന് കരുതുക. കിഡ്സിന് സ്കൂളിൽ പോകാൻ റെഡിയാക്കണം, ലഞ്ച് പ്രിപ്പയർ ചെയ്യണം, ഇങ്ങനെയുള്ള ജോലികളെല്ലാം തിരക്കിട്ട് ഓടിപ്പാഞ്ഞ് നടന്നായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ 7:30 എഴുന്നേൽക്കുക എന്നുള്ളത് ഒരു 7 മണിക്കാക്കിയാലോ? ഈ 7 മണിക്ക് എഴുന്നേക്കാൻ സ്റ്റാർട്ട് ചെയ്താൽ ആ ഹാഫ് ആൻ അവറിൽ കാമായി ഒരു ടീ കുടിച്ച് ചെറിയ സ്ട്രെച്ച് ഒക്കെ ചെയ്ത് നമ്മുടെ ഡേ ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ മോർണിംഗ് ഉള്ള ഓട്ടപ്പാച്ചിൽ കുറയ്ക്കാനും പറ്റും. സ്ട്രെസ് ഇല്ലാതെ കിഡ്സിനെ റെഡിയാക്കാൻ കഴിയും. ഒരു പോസിറ്റീവ് എനർജി ത്രൂ ഔട്ട് ദ ഡേ ഉണ്ടാവുകയും ചെയ്യും. അതാണ് ജസ്റ്റ് 15 to 30 മിനിറ്റ് ഏർലി വേക്കപ്പ് ചെയ്താലുള്ള ബെനിഫിറ്റ്. നമ്മുടെ ദിവസം ഫുൾ കാം ആൻഡ് ഓർഗനൈസ്ഡ് ആയി തുടങ്ങുകയും ചെയ്യാം. നമുക്ക് ഈ സ്റ്റാർട്ടിങ്ങിൽ ഒരു 15 മിനിറ്റ് നേരത്തെ എഴുന്നേറ്റ് തുടങ്ങിയാൽ മതി. അത് പിന്നെ പതുക്കെ അടുത്ത ദിവസം ഒരു 5 മിനിറ്റ്, വീണ്ടും ഒരു 5 മിനിറ്റ്, പിന്നെ ഒരു 10 മിനിറ്റ്, അങ്ങനെ പതുക്കെ പതുക്കെ നമുക്കത് മാറ്റി ഒരു നിങ്ങൾക്ക് എത്ര മണിക്കാണോ എഴുന്നേക്കാൻ ആഗ്രഹം, ചിലർക്ക് 5 മണിക്ക് എഴുന്നേക്കണമെന്നായിരിക്കും, ചിലർക്ക് അത് 4 മണിയായിരിക്കും. അങ്ങനെ ഏത് സമയത്താണോ എഴുന്നേക്കാൻ ആഗ്രഹം ആ ഒരു ടൈമിലേക്ക് നമുക്ക് പതുക്കെ പതുക്കെ എത്തിക്കാൻ നോക്കും. ഇപ്പോൾ തുടക്കത്തിൽ തന്നെ 8 മണിക്ക് എഴുന്നേക്കുന്ന ഒരാൾ അല്ലെങ്കിൽ 7 മണിക്ക് എഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് 4 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്കൊക്കെ എഴുന്നേൽക്കുമ്പോൾ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറിന്റെ ഡിഫറൻസ് വരുന്നുണ്ട്. ചിലപ്പോൾ അത്രയും ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നവരായിരിക്കാം. എല്ലാവരും നേരത്തെ ഉറങ്ങുന്നവരായിരിക്കില്ല. ചിലർ 1 മണിക്കോ 2 മണിക്കോ 12 മണിക്കോ അങ്ങനെ പല ടൈമിലായിരിക്കും ഉറങ്ങുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് പതുക്കെ പതുക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ ഉള്ളൂ. നമ്മൾ പെട്ടെന്ന് ഈ 2 മണിക്കൂറും 3 മണിക്കൂറും ഒക്കെ നേരത്തെ എഴുന്നേക്കാന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാകും. ചിലപ്പോൾ തലവേദന ഉണ്ടാകാം, ഫുള്ള് ക്ഷീണമാകാൻ പോകാം, ദിവസം പോകാം, എന്തെങ്കിലും അസുഖങ്ങൾ വരാം, അങ്ങനെ പല പല ബുദ്ധിമുട്ടും ഉണ്ടായെന്ന് വരാം. അപ്പോൾ പതുക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇന്നൊരു 15 മിനിറ്റ് നമ്മൾ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് നേരത്തെ ഉറങ്ങാനും കൂടി ട്രൈ ചെയ്യണം. അങ്ങനെ 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 പതുക്കെ നമുക്ക് നമ്മുടെ ആ ഒരു ടൈമിലേക്ക് നമ്മൾ എഴുന്നേക്കുന്നത് എത്തിക്കാൻ പറ്റും. നമ്മുടെ ഹാബിറ്റ്സ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നമ്മളുടെ പുതിയ ഹാബിറ്റ്സ്, നമ്മൾ ആഗ്രഹിക്കുന്ന ഹാബിറ്റ്സിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ സ്വയം ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുന്ന ഒരു ചലഞ്ചാണിത്. അപ്പോൾ ഈ 90 ഡേയ്സ് നമുക്ക് സ്ലോ ആയിട്ട് നല്ല നല്ല ഹാബിറ്റ്സ് ഓരോ ദിവസവും ഇൻക്ലൂഡ് ചെയ്ത് വരാം. ഒരു ദിവസം തന്നെ മൊത്തത്തിൽ ഒരു ചേഞ്ച് വരുത്താനൊന്നും ട്രൈ ചെയ്യേണ്ട. സ്മോൾ സ്റ്റെപ്സ് മതി. ഞാൻ ഈ വീഡിയോ വെനസ്ഡേ ഈവനിങ്ങിലായിരിക്കും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ എന്നാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അതിന് നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യണം. ഒരു 15 മിനിറ്റെങ്കിലും നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത്. അത് 15 മിനിറ്റെങ്കിൽ 15 മിനിറ്റ്, ഒരു 30 മിനിറ്റ് പറ്റുമെങ്കിൽ അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് എത്ര മിനിറ്റ് നേരത്തെയാണോ എഴുന്നേൽക്കാൻ പറ്റുക അത്രയും നേരത്തെ എഴുന്നേൽക്കുക. നെക്സ്റ്റ് ഡേ തന്നെ സ്റ്റാർട്ട് ചെയ്യണേ. അതല്ലാതെ മൺഡേ ആവട്ടെ, 1-ാം തീയതി ആവട്ടെ എന്നൊന്നും പറഞ്ഞ് നീട്ടിവെക്കരുത്. ഞാൻ പല കാര്യങ്ങളും ഇങ്ങനെ നീട്ടിവെക്കുന്നതായിരുന്നു. 1-ാം തീയതി ആവട്ടെ, അല്ലെങ്കിൽ അടുത്ത മാസം കഴിയട്ടെ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുന്നുണ്ടെങ്കിൽ അത് കഴിയട്ടെ, അങ്ങനെ പറഞ്ഞിട്ട് ഓരോ കാര്യവും ഇങ്ങനെ മാറ്റി വെക്കും. മാറ്റി വെക്കുന്നതല്ലാതെ ഒരിക്കലും അതൊന്നും ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ടാണ് മാറ്റി വെക്കേണ്ട. നമ്മളിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് അപ്പോൾ ചെയ്യുന്നെങ്കിൽ അപ്പോൾ ചെയ്യുക. പിന്നത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതെന്നും എപ്പോഴും നമുക്ക് മാറ്റി വെക്കാൻ തന്നെ തോന്നുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഫ്രൈഡേ ആണ്. ഫ്രൈഡേ ഒരു ന്യൂ ഹാബിറ്റ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ അതുവരെ ഈ 2 ഡേയ്സിൽ ഈ 15 മിനിറ്റ് മുന്നേ എഴുന്നേൽക്കുക എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ചെയ്യണേ. അത് മാറ്റി വെക്കാതെ ആ 15 മിനിറ്റ് നേരത്തെ തന്നെ ഈ 2 ദിവസവും എഴുന്നേൽക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ ന്യൂ ഹാബിറ്റ് കൂടി പരിചയപ്പെടാം. അങ്ങനെ ഗ്രാജുവലി 90 ഡേയ്സ് കൊണ്ട് നമുക്കൊരു ന്യൂ മീ, പുതിയ നമ്മളായിട്ട് മാറാം. അപ്പോൾ ഈ ചലഞ്ചിന് കൂടാനായിട്ട് നിങ്ങൾ ആരൊക്കെ ഉണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.